ചോറ് കാലമായാ മകളെ? ഇല്ല. ഇനി എപ്പോഴാണ്? ചെന്ന് അരിയടപ്പത്തിട് ചെല്ല്. പിള്ളേരൊരു തമാശ പറഞ്ഞ് ചിരിച്ചു എന്ന് വെച്ച് നീ ഇതത്ര കാര്യമാക്കാനുണ്ടാ? ഇത് തമാശയാണ്. ഈ തമാശ വേണ്ട. ആങ്ങളെയും പെങ്ങളുമാണെന്ന് ഓർത്തിട്ട് ഇപ്പൊ അതല്ല. പിള്ളാരിക്കട മനസ്സ് അങ്ങനെ ആണേല് നമ്മക്കതങ്ങാട്ട് നടത്തി കൊടുക്കാവടാ. എന്താണ് പറഞ്ഞത്? നടത്തിക്കൊടുക്കാനാ? അല്ലിമ്പേദം എനിക്ക് എന്റെ മകളെ കൊണ്ടേ കടയിൽ തള്ളാവല്ല. അത്ര മോശക്കാരനാണാടാ എന്റെ രാഘവൻ? നിനക്കവൻ മോശക്കാരനല്ലേയിരിക്കും. പഠിപ്പും വിവരവും ഇല്ലാത്ത ഒരു മണഗുണാഞ്ചം ചെറുക്കണ എന്റെ മകളെ ഞാൻ കൊടുക്കുകയല്ല. മനസ്സിൽ അങ്ങനെ വല്ല ആശയം ഉണ്ടെങ്കിൽ അതങ്ങാട് കളഞ്ഞേരും. നടക്കുകയല്ല കൊച്ചുരാമ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കുകയല്ല. നിന്റെ മകളാര് മാനത്തൂന്ന് പൊട്ടി വീണതാ? അതോ കയ്യും കാലും കണ്ണും ഒക്കെ 4 വീതമുണ്ടാ? എന്റെ മാനം നീ കെടുത്തി. എടാ നന്ദിയില്ലാത്ത ചെറ്റേ, കൊച്ചിരാമൻ അതിമോഹക്കാരനല്ലടാ. ദേ ഇനി പൊന്നുകൊണ്ടും 5 തീർത്ത് തരാന്ന് പറഞ്ഞാ പോലും കൊച്ചിരാമന്റെ മകന് നിന്റെ മകളെ വേണ്ടടാ. ദേ ഇനിമേലാ തുള്ളിച്ചാടി എന്റെ കുടുംബത്താട്ട് വന്ന മുഖത്ത് ഞാൻ ചൂലെടുത്തടിക്കും. എന്റെ കൊച്ചിനെ നീ തല്ലി, ഞാനത് സഹിച്ച്. ഇനി എന്റെ മകന്റെ മേത്തങ്ങാനം തൊട്ടാ കൊച്ചിരോമൻ നിന്റെ കൊളയെടുക്കൂടാ. എനിക്കിത് കിട്ടണം. പാമ്പിനാണല്ലോ ഞാൻ പാല് കൊടുത്തത്. അവന്റെ മകടാ യോഗ്യത. മതിയായ? തൃപ്തിയായ? എല്ലാം തകർത്ത് തരിപ്പണമാക്കിയല്ല, എല്ലാം അറ്റുപോയല്ല. എന്നാ ഉണ്ടായത്? എന്നാ പറഞ്ഞവൻ? ഇന്നത്തെ കൊണ്ട് എല്ലാം തീർന്നിരിക്കണം. ഇനി മേല അവരാതിനെ കാണുകയും മുണ്ടുക ചെയ്താ പറഞ്ഞത് കേട്ടാ? കേട്ടാ? ഞാൻ കാണും. മുണ്ടും നീ കാണുവാടാ. എന്റെ വാക്ക് എന്റെ കുടുംബത്തിൽ ഞാൻ കേട്ടുകയല്ല. വേണ്ട, എന്നാലും ഞാൻ കാണും. നീ കുളം പിടിക്കത്തില്ലടാ. എല്ലാത്തിനെയും നീ കൊലയ്ക്ക് കൊടുക്കും. ആരാടിയെന്ന് മോങ്ങാൻ പൊടിയകത്ത. എടി ലോകത്തവൻ മാത്രമല്ലാണ്. പറഞ്ഞ സമയത്ത് നിന്റെ കല്യാണം ചേട്ടൻ നടത്തും. നടത്തിയില്ലെങ്കിൽ കൊച്ചിരാമൻ പെണ്ണായിട്ട് വരും. സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ കഴിഞ്ഞവര്. ഞാൻ ചെയ്തത് തെറ്റാണ്. വെറുതെ കടപ്പുറത്തെ മീൻകൊട്ട ചുമക്കാനാണ് ഞാൻ ഈ പെടാപ്പാട് മുഴുവൻ പെട്ടത്. ഒരു സ്ഥാനത്തെത്തിക്കാണണം, അതിനാണ് പുള്ളേറ്റ ഞാൻ ജീവിക്കുന്നത്. ഒരു പെണ്ണിന്റെ കൂടെ ഞാൻ പുറത്തതേ ഒരു കൊല്ലമാണ്. ഒരു മനുഷ്യന്റെ സുഖവും സന്തോഷവും ഒക്കെ വേണ്ടെന്ന് വെച്ചത് എന്റെ കൊച്ചിന് വേണ്ടിയിട്ടാ. അറിയാവാ? എന്നിട്ട് ഇപ്പ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിള്ളേരുടെ മനസ്സാണ്. നീ കുറെ കൂടി തന്ത്രത്തിൽ ഇത് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നു. ഇതിപ്പോ വെറുതെ തല്ലും വഴക്കും വക്കാണവും. പുറത്ത് നിൽക്കണവരിക്ക് പറയാം. സ്വന്തം മക്കള് പിഴച്ചു പോകുമ്പോഴേ അതിന്റെ ദണ്ണം മനസ്സിലാവുള്ളൂ. നീയും ചന്ദ്രയും തമ്മിൽ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടും നിന്നോട് കറുത്തൊരു വാക്കാവും പറഞ്ഞിട്ടില്ലെന്നാ കൊച്ചിരാമൻ പറഞ്ഞത്. അതുപോലെയാണോ ഇത്? പഠിക്കാൻ പോണ കൊച്ചാണ്, അവിടെ ഭാവി പോയല്ലേ പുള്ളച്ച. ഞാൻ നിന്നെ കുറ്റം പറയല്ല. ഞാനാണെങ്കിലും ഇതൊക്കെ തന്നെ സംഭവിക്കും. ആട്ടെ, ചന്ദ്രികയുടെ കാര്യത്തിൽ നീ ഇനി എന്താ ചെയ്യാൻ പോണോ? എനിക്കറിയാൻ മേലേ. ഇത്രയും നാൾ ഒരാശയില്ലാതെ കഴിഞ്ഞതാ. ഇപ്പ പറഞ്ഞിട്ട് കിടന്ന് പെടയാണ് പുള്ളേറ്റാ ഞാൻ. നിങ്ങൾക്കായിരിക്കും പറഞ്ഞാ മനസ്സിലാകുക. എന്തോ? നീ എവിടെ പഠിക്കണ? അതാ പഠിക്കാണച്ചാ, ഞാൻ വായിക്കായിരുന്നു മനസ്സില്.
നീ ഇന്ന് അവനെ കണ്ട? ഇല്ല. നുണ പറയരുത്. ദൂരെ അവിടെ നിക്കണ കണ്ടു. അച്ഛൻ പറഞ്ഞതൊന്നും മറന്നിട്ടില്ലല്ല? ഇല്ല. പഠിത്തം, അതാണ് മനസ്സിൽ വേണ്ടത്. പിന്നത്തെ കാര്യങ്ങളൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട കേട്ടാ. മനസ്സിലായ? ഉവ്വ. എന്നാ പഠിച്ചോ. എന്നോടൊന്നും മുണ്ടാണ്ടിരിക്കാൻ ഞാൻ എന്നാ തെറ്റാ ചെയ്തത്? എനിക്ക് മുണ്ടാനും പറയാനും ഒന്നുമില്ല ചന്ദ്രി. മറന്നേക്കുന്നെങ്കിലും പറയാൻ പാടില്ലേ? പറഞ്ഞാ മറക്കാൻ പറ്റുവാ? പിന്നെ എന്തിനാണ് വെറുതെ പാഴ്വാക്ക് പറയണത്? ചന്ദ്രി സുഖമായിട്ടിരിക്കണമെന്ന് മനസ്സിലുണ്ട്. സുഖമായിട്ടിരിക്കണം. ദിവാകരം മുടുക്കനാണ്, ചേരണ പ്രായമാണ്. കരയല്ലേ, തുറക്കാരെ കൊണ്ട് വെറുതെ പറയിപ്പിക്കല്ലേ. ഞാൻ പോയാണ്. ഞാൻ ഇറങ്ങി വരട്ടാ? ഞാൻ വരാം. എന്നെ കൂടെ പൊറപ്പിക്കുക. കൊച്ചുരാമനെ തോപ്പിച്ചിട്ട് വേണ്ട ചന്ദ്രി. അച്ചൂട്ടിക്ക് മുന്നും പിന്നും നോക്കണം. നെറിയേറി കാണിക്കാൻ പറ്റുകയില്ല. വളർന്നു തന്നെ ഒരു പെണ്ണ് എന്റെ കുടുംബത്തുണ്ടേ. എന്ത് എളുപ്പത്തിൽ പറയണ വേണ്ടെന്ന്. പറക്കാനും പൊറുക്കാനും ഇത്ര എളുപ്പ? മുത്തിനെയും കടലിനെയും എന്നെ വെറുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പറയണം. ഒരാളെ എനിക്ക് വിടാൻ മേൽ. ഇവിടെ ഉണ്ട് ചന്ദ്രി, നീ എന്നും ഇവിടെ ഉണ്ടാവും. എല്ലാരും കൂടെ എന്നെ അകറ്റും. മനസ്സിലിട്ട് ഓരോന്ന് ആലോചിച്ച് പെരുപ്പിക്കും. എന്റെ സ്ഥിതി രഘു ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. രഘു ഒരു ആൺകുട്ടിയല്ലേ? എന്റെ കൂട്ടുകാരൊക്കെ പറയണത് രാധ എന്നെ പറഞ്ഞു പറ്റിക്കാണെന്നാ. രാധ അച്ഛൻ പറയണ പോലെ കേൾക്കൂ. അതെ, ഇപ്പൊ എനിക്ക് അച്ഛൻ പറയണ പോലെ കേൾക്കാനേ പറ്റൂ. സമയാകുമ്പോ രഘു പറയണതും കേൾക്കും. സമയം എന്താണ്? അതിപ്പൊ പറയാൻ പറ്റില്ല. ഇത് രാധയുടെ നാവിന്ന് കേൾക്കണം. അതിനാണ് ഞാനിപ്പോ വന്നത്. ഞാൻ പോട്ടെ. ശരി. ഇനി നമ്മ കാണൂല. ചിലപ്പോ കാണും. ഈ കടൽ കൊണ്ട് തന്ന എന്റെ ശവം കാണാൻ രാധ വരണം. അച്ഛൻ വിലക്കാരും രാധ വരണം. ഇവിടെ പോയി തിരക്കാനാണ് ഞാൻ ഉള്ളേച്ച, എന്റെ മുത്ത് അവളെ കാണണില്ല. കോളേജിൽ പോയിട്ട് വന്നില്ലേ? ആരിക്കറിയാനാണ്, ഞാൻ എവിടെ പോയി തിരക്കും. നീ വിഷമിക്കാണ്ടിരി. ഒച്ചുരാമന്റെ വീട്ടില് വിളിച്ചിട്ട് കാണണില്ലെന്ന്. രാഘവൻ അവൻ വീട്ടിലുണ്ടോന്ന് അന്വേഷിച്ചോ? എവിടാ നിന്റെ മകൻ? എന്റെ മകനാ. എന്റെ മകനെ നീ എന്തിനാണ് തിരക്കണത്? കൊല്ലിഞ്ഞാലോനാ. പറയണ എവിടെയാ പന്നികളമാൻ? ഇറങ്ങടാ എന്റെ മുറ്റത്തുനിന്ന്. എന്റെ കുടുംബത്ത് വന്നിട്ട് കൊല്ലുവന്ന എന്റെ മകൻ നിനക്കിട്ട് എന്താണ് ചെയ്തത്? എന്റെ കൊച്ചിനെ അവനെങ്ങാനോട് കൊണ്ടുപോയിക്കണമെങ്കിലുണ്ടല്ല. അപ്പൊ അതാണ് കാര്യം. ആരിക്കടെ കൂടെ പോയി? എന്റെ മകന് വേണ്ട, അവനിട്ട് കൊണ്ടുപോവുകയില്ല. കണ്ണിക്കണ്ട ആണുങ്ങളുടെ കഴുത്തെ തൂങ്ങി വയറ്റിലുണ്ടാക്കി പോയിട്ടുണ്ടെങ്കിൽ എന്റെ കുടുംബത്താട്ടാ യുദ്ധത്തിന് വരണത്. ചെറ്റത്തരം പറയാനാടാ പട്ടി. അയ്യോ ചാച്ചി, ചേട്ടാ. ആഹാ. അയ്യോ അയ്യോ ചാച്ചി, ചാച്ചി. അയ്യോ അയ്യോ ചാച്ചി, വേണ്ട വേണ്ട, ഇങ്ങോട്ട് പോരെ. അയ്യോ 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 വേണ്ട, ഇങ്ങോട്ട് പോരെ. അയ്യോ എന്റെ പൊന്നു തമ്പുരാനെ. അയ്യോ
ഓടി വരില്ലേ? എടാ, ഇത് തല്ലി അച്ഛനെ മകനെ ഞാൻ വെച്ചേക്കുകയല്ല. എല്ലാരും കൂടെ ഒത്തുകളിയാണല്ലേടാ. നീ നോക്കിക്കോടാ, എന്റെ മകനാവണോ നിന്റെ മകനെ ഞാൻ പൊറപ്പിക്കല. അവന്റെ ശവം പോലല്ലേ ഞാൻ കാണിക്കല. കൊച്ചുരാമനെ ആശുപത്രി കൊണ്ടുപോയി കാണിച്ചേച്ചും വരികയാണ് ഞാൻ. തല്ലിച്ചിരി കട്ടിയായി പോയി കേട്ട. ഗോമൂത്രത്തിന് കടുപ്പത്തിന് ഉപ്പിട്ട് ഒരു മമ്പ കുടിപ്പിച്ച്, അതുകൊണ്ട് രക്ഷയായി. അല്ലെങ്കിൽ ഉള്ളിനെ നീർക്കെട്ട് വിടാന്. വല്ലതും കഴിച്ച ഇല്ല. മാത്തുക്കുട്ടിയുടെ കടയിൽ നിന്ന് 2 കഷ്ണം പൂട്ട് ഒരു ചായയും കൊണ്ടുവരട്ട. രാമൻകുട്ടി പോയിക്കോ. അല്ല, ഈ കിടപ്പിങ്ങനെ കിടന്നിട്ട് എന്തിനാണ്? പിള്ളേര് ഒരുമിച്ചാണ് പോയേക്കണമെങ്കിൽ മേടിക്കാനൊന്നുമില്ല കേട്ട. ഊണാണൊരുത്തനുണ്ടല്ല. ഞാൻ പോയൊന്നും കറങ്ങിയേച്ചും വരാം. ഉച്ചക്ക് ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടുവരട്ട. വേണ്ടെന്ന് പറഞ്ഞല്ല. എടാ, ഇതിവിടെ പറ്റില്ല. പൊന്നേ, പൊന്നേ, ഇങ്ങോട്ട് വന്നേ. നമ്മുടെ മകൻ കണ്ട, നമ്മുടെ മകൻ. എടാ, നീ എന്തിനീ ചതി ചെയ്തു? നീ അച്ഛനെ അമ്മയെ കൊലയ്ക്ക് കൊടുക്കുമല്ലോ. എന്റെ തമ്പുരാനെ, ഇവിടെ തമ്പുരാനെ, ഇവിടെ ആരെയും കൊലയ്ക്ക് കൊടുക്കുമോ? എനിക്ക് വയ്യ. ഭാർഗവി, നാ മകളെ പിടിച്ച് വലത് കാല് വെപ്പിച്ചങ്ങ് അകത്താട്ട് കേട്ടടി. എന്ന് നിലവിളൊക്കെ എടുത്തോണ്ട് പാടി ചെല്ല, അങ്ങാട്ട് ചെല്ല. നീ വയറ് നിറച്ചു കുടിയടാ. അച്ചൂനിപ്പ എന്നും ഓണമാണല്ല, തിരുവോണം. കടലമ്മ കൈ നിറച്ച് തന്നുണ്ട്. കായ് കെട്ടിപ്പൊതിഞ്ഞു വെച്ചിട്ട് എന്തിനാണ്? ചത്തുപോകുമ്പോ കൊണ്ടുപോകാനാ. കുഴി വെട്ടാൻ വരെ കാശ് വേണ്ട. അതും കടലമ്മ കൊണ്ടുപോയിക്കോളുമല്ല. മനസ്സിലായ? ഒരെന്നും കൂടെ പറയണ. വേണ്ട. കുടിയിൽ ചെല്ലുമ്പോ നാരായണിട്ട് ഉരുട്ടും. അവക്ക് കള്ളിന്റെ വളം പറ്റുകയില്ല. ബ്രാൻഡി വേണം. ബ്രാൻഡി വേണ? അതും വരുത്ത. പക്ഷേ കുടിച്ചേച്ചും പണ്ടത്തി കത്തി കയറ്റരുത്. ഈ തൊറയിലെ അരയന്മാര് നേരും നെറിയും കെട്ട ചെറ്റകളാണ്. കുടിക്കണ വെള്ളത്തിൽ നമ്പാൻ പറ്റുകയല്ല. അറിയാവാ? അച്ചുട്ട അത് പോയത്. നിന്റെ മകാള് കൊച്ചുരാമന്റെ മകന്റെ കൂടെ പോയെന്ന് വെച്ച് തുറക്കാരന്മാരെ അടച്ചു പറയണത് മോശമാണ് കേട്ടാ. പോയിട്ടിപ്പ എന്നാ കുഴപ്പം? അവൻ അവളെ അന്തസ്സായിട്ട് പോറ്റുന്നുണ്ട്. വാറ്റാണ്. ഒരു കൊല്ലാങ്ങാട് കഴിയട്ട. മീൻകൊട്ടയും കൊണ്ട് അവൾ ഇറങ്ങണത് കാണാമല്ല. സ്വർണ്ണമടല് മേടിച്ച മകളാണ്. ഡോക്ടറായിട്ട് കൊമ്പും കുഴലും കൊണ്ട് നടക്കേണ്ട സ്ഥാനത്ത് ചാളിയായില്ലേ. കൊച്ചിരാമനും മകാനും വിചാരിച്ചാലേ ചിലപ്പോ അതും നടക്കും, അതിലപ്പുറവും നടക്കും. എന്നാ നടത്തട്ട. കണ്ടിയിടും കണ്ടി. കായും പണവും മാത്രം പോരാ, തലയിടകത്തെ വിവരം വേണം. വിവരം മനസ്സിലായ? വിവരം നിങ്ങളുടെ തലയിൽ മാത്രം ഉണ്ടാവുള്ള. എന്നോട് മുണ്ടാ. നീ ആരാണടാ എരപ്പേ? നീ എന്റെ വെട്ടത്ത് വരരുത്. വന്നാ നിന്റെ അച്ഛന് പിണ്ടം വെക്കേണ്ടി വരും കേട്ടാ. എന്നാ അങ്ങോട്ട് കൊല്ലടോ. പോടാ പോടാ, പോയി തരത്തി പോയി കളിയടാ കൊച്ചേ.
കൊറേ നേരമായി ഞാൻ കേക്കണ്. ഇയാള് നമ്മളെ മാന്തണ്. തുറക്കാരമാരെ അടച്ചു പറഞ്ഞിട്ട് എല്ലാരും കേട്ട് നിക്കണ്. അപ്പ മുതലിന്റെ കൈതളിച്ചു തുടങ്ങിയതാണ്. ഓട്ടിരാഘവ പാവം, അവന്റെ എണ്ണം കൊണ്ട് പറഞ്ഞതാണ്. അതിന് എന്റെ മെക്കെട്ട് കയറണ ഇനി ഞാൻ വിടുകയല്ല. പങ്കായം പിടിക്കണ കൈ തന്നെയാണിതും. എന്നാ തല്ലി നോക്കാടാ, തല്ലി തന്നെ തീർക്കാം. ഒരരേം വന്നിരിക്കണ്. നീ ആണാടാ അരേൻ? നീ ശരിക്കും കടല് കണ്ടിട്ടുണ്ടാ? കടലിന്റെ ഉപ്പുമുളോ അറിയാവാ നിനക്ക്? അയിലേം ചാളയും അല്ലാതെ ശരിക്കുള്ള മീന് നീ കണ്ടിട്ടുണ്ടാ? മുണ്ടാട്ടം മുട്ടിപ്പോയാ. നീ കടലറിയണ ഒരു അരേനാർന്നെങ്കിലേ നിന്നെ ഞാൻ മകനേന്ന് വിളിച്ചേനെ. അരേന്റെ ചൂരും ചുണയും ഉണ്ടെങ്കിലേ പുറംകടലിൽ പോയി നീ ഒരു കൊമ്പനെ പിടിച്ചോണ്ട് വാ, എന്നിട്ട് പ്രസംഗിക്ക്. അല്ലാണ്ട് അരേനെന്നും പറഞ്ഞ് തുള്ളിയാലുണ്ടല്ല, മുഖത്ത് ഞാൻ ആട്ടും.